എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 21 അധ്യായം 13 വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 21:13. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫെസോസിലെ വിശ്വാസികളെയും മൂപ്പന്മാരെയും വിശ്വാസത്തിൽ ഉറപ്പിച്ച ശേഷം പൗലോസ് യെരുശലേമിലേക്ക് യാത്ര തുടർന്നു. മക്കതോനിയ സഭകളിൽ നിന്നും ഒക്കെ ലഭിച്ച ധർമ്മശേഖരം അവിടെ എത്തിക്കണം എന്ന് മാത്രമല്ല, അവിടെ എത്തി സഭാ നേതാക്കന്മാരെ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ജയാപജയങ്ങളൊക്കെ അറിയിക്കണം. പൗലോസ് എപ്പോഴും നേതൃത്വത്തിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തകനായിരുന്നു. വഴിമധ്യേ സോർ, തൊലോമായിസ്, കൈസരിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിശ്വാസികളുടെ സഹിത്വവും സഹായവും ലഭിക്കാനിടയായി. യെരുശലേമിൽ എത്തി അവിടെയുള്ള വിശ്വാസികളും മൂപ്പന്മാരും സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. പല കാരണങ്ങളാൽ പൗലോസ് ന്യായപ്രമാണ വിരോധിയാണെന്ന് തെറ്റിദ്ധാരണ നേരത്തെ പരന്നിരുന്നതുകൊണ്ട് നേർച്ചയുണ്ടായിരുന്ന 4 പുരുഷന്മാരോടുകൂടെ ദേവാലയത്തിൽ പോവുകയും ചെയ്തു. പൗലോസിൻ്റെ യെരുശലേം യാത്ര നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിലൊന്ന് ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം ഭവിഷ്യത്ത് പരിഗണിക്കാതെയുള്ള സമർപ്പണമാണ്. യാത്രയിൽ ലഭിച്ച ഇടവേളകളിൽ ചില സ്ഥലങ്ങളിൽ പാർക്കാൻ പൗലോസിന് അവസരം ലഭിച്ചു. സോരിൽ ശിഷ്യന്മാർ യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിൽ പറഞ്ഞു. കൈസരിയിൽ എത്തിയപ്പോഴും വിലക്ക് ആവർത്തിച്ചു. ഫിലിപ്പോസ് സുവിശേഷകന്റെ വീട്ടിൽ പാർക്കുമ്പോൾ അഗബോസ് എന്ന് പേരുള്ള പ്രവാചകൻ അരക്കച്ച കൊണ്ട് പൗലോസിന്റെ കൈകാലുകൾ ബന്ധിച്ച് ഇതുപോലെ യെരുശലേമിൽ താൻ ബന്ധിക്കപ്പെടുമെന്ന് പറഞ്ഞു. അഭിനയത്തിലൂടെ ആശയ സംവേദനം നടത്തുന്ന പതിവ് പഴയ നിയമകാലത്തുണ്ടായിരുന്നു. ശലോമോന് ശേഷം ഇസ്രായേൽ രാജ്യം 2 വിഭജിക്കപ്പെടുമെന്ന് കാണിക്കാൻ അഹിയ പ്രവാചകൻ വഴിയിൽ വെച്ച് തൻ്റെ അങ്കി കീറി 10 കണ്ണം യെരോബയാമിന് നൽകി. 10 ഗോത്രമടങ്ങുന്ന വടക്കേ രാജ്യം ദൈവം നിനക്ക് നൽകുന്നു എന്ന് വ്യക്തമാക്കി. അതിനുശേഷമാണ് 10 ഗോത്രമുള്ള വടക്കേ രാജ്യം ഇസ്രായേൽ എന്നും 2 ഗോത്രമടങ്ങുന്ന തെക്കേ രാജ്യം യഹൂദി എന്നും വിഭജിക്കപ്പെട്ടത്. ഇതേ ശൈലി മറ്റ് സന്ദർഭങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതേ ശൈലിയിലായിരുന്നു കഴുതപ്പുറത്ത് യേശു യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്തിലും സ്വീകരിച്ചത്. അഭിനയിച്ച് കാണിച്ച ഉപമകൾ എന്നാണ് ഇതിനെ പറയുന്നത്. ആശയം വ്യക്തമാക്കാൻ സ്വീകരിച്ച രീതി ചുരുക്കമായി അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ വാക്കുകളേക്കാൾ ആശയം ആഴത്തിൽ പതിയാൻ ഇത് സഹായകരമാകാം. അപ്പോൾ വാക്കുകളിലൂടെയും അഭിനയിച്ച് കാണിച്ചതിലൂടെയും സഹോദരന്മാർ പൗലോസിനെ യെരുശലേമിൽ പോകാതിരിക്കാൻ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ പൗലോസ് വഴങ്ങിയില്ല. കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പാറ പോലെ ഉറച്ച തീരുമാനം. ഭവിഷ്യത്ത് എന്തായാലും യാത്ര മുൻപോട്ട് തന്നെ. ഭവിഷ്യത്ത് പരിഗണിക്കാതെ ദൈവകരങ്ങളിൽ ഇട്ടുകൊടുക്കുന്നവരെയാണ് ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പൗലോസ് പറഞ്ഞത്. ആ ബന്ധനത്തിൽ നിന്ന് വ്യതിചലിക്കാനാവില്ല. റോമാ സാമ്രാജ്യത്തിൽ നിലവിലിരുന്ന നാണയത്തിൻ്റെ ഒരു വശത്ത് ചക്രവർത്തിയുടെ തലയും മറുവശത്ത് ഒരു കാളയുടെ രൂപവും മുദ്രണം ചെയ്തിട്ടുണ്ട്. കാളയുടെ മുൻപിൽ ഒരു നുകവും ഒരു യാഗപീഠവും അതിൻ്റെ അടിയിൽ റെഡി ഫോർ എയ്തർ, രണ്ടിനും തയ്യാറെന്ന് ചെറിയ വാചകവുമുണ്ട്. ചക്രവർത്തിക്ക് വേണ്ടി നുകത്തിൻ കീഴിൽ വേല ചെയ്യുന്നതിനും അല്ലെങ്കിൽ മരിക്കുന്നതിനും തയ്യാറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം.
ഭവിഷ്യത്ത് എന്തായാലും വേണ്ടില്ല, ചക്രവർത്തിക്ക് വേണ്ടി മാത്രം. യെരുശലേമിൽ യേശുവിന് വേണ്ടി ബന്ധിക്കപ്പെടാനോ മരിപ്പാനോ ഇത് രണ്ടായാലും താൻ തയ്യാറെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഇത്രമാത്രം ശക്തമായ സമർപ്പണത്തിൻ്റെ അനന്തരഫലമാണ് വിശുദ്ധ പൗലോസിനെ സഭയുടെ ശില്പി എന്നൊക്കെ വിളിക്കത്തക്ക രീതിയിൽ ദൈവം ഉപയോഗിച്ചത്. നമുക്കും ലഭിച്ചിരിക്കുന്ന വിളിയും ദർശനവും കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാനുള്ളതാണ്. സഭ ഏതെങ്കിലും ഒരു കാലത്തിൽ മാത്രം പൊട്ടിമുളച്ച് വന്ന് അങ്ങനെ തന്നെ രൂപപ്പെട്ട് നിന്നു പോകുന്നതല്ല. സഭയുടെ സമഗ്രമായ വളർച്ച ഇങ്ങനെ വിളിക്കപ്പെട്ടവരുടെ സമർപ്പണത്തിലൂടെയും അവരെ അതിനുവേണ്ടി തയ്യാറാകുന്ന സഹനത്തിലൂടെയുമൊക്കെയാണ്. ഇന്നും അത് അഭുങ്കരം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മിലൂടെയും സഭ വളരേണ്ടിയിരിക്കുന്നു. കർത്താവിന് വേണ്ടി ചില സഹനങ്ങൾ സഹിപ്പാൻ നമ്മുടെ ആയുസ്സിൽ സാധിക്കുന്നത് ഏറ്റവും പുണ്യമായി കരുതാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സഭയുടെ നാഥനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന ദർശനത്തിനൊത്തവണ്ണം ജീവിപ്പാൻ, വിളിക്ക് യോഗ്യമായ ഫലം കായ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന് വേണ്ടി സഹനതയുടെ പാത തിരഞ്ഞെടുപ്പാൻ, സമർപ്പിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ മറാത്ത അവിടുത്തെ സാന്നിധ്യവും കൃപയും ഞങ്ങളെ പിന്തുടരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കരുതലിൻ്റെയും പുതിയ അനുഭവങ്ങളിലൂടെ നടന്നു പോകുവാൻ ദൈവം ഇടയാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.